Hi students, welcome to Ruva's Learning. നമ്മളിന്ന് മാത്സിൻ്റെ തേർഡ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം വരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് എക്സസൈസ് നമ്മൾ ചെയ്തു തീർത്തായിരുന്നു. ഇനി ബാക്കി നോക്കാം. Question number 6. A fraction simplified after adding 1 to its numerator becomes 1/3. അപ്പോൾ നമുക്ക് ഇതൊരു ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിനകത്ത് ന്യൂമറേറ്ററിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഡിനോമിനേറ്ററിനെ എന്തായിട്ട് എടുക്കാം? വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വായിച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ബൈ ആഡിങ് 1 എവിടേക്ക് ആഡ് ചെയ്യുന്നു? ന്യൂമറേറ്ററിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായി തീരും? 1/3 ആയി തീരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ വൈ ഈസ് ഈക്വൽ ടു 1/3 എന്ന് എഴുതി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വന്നേ. ഇഫ് ഇൻസ്റ്റെഡ് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി തീരും? 1/4 ആയി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതി? എക്സ് ബൈ വൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതി. ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലോ. നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ് 1 ബൈ വൈ ഈസ് ഈക്വൽ ടു 1/3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3യെ ഇവിടെയും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു, വൈനെ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × x + 1 ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ആണല്ലോ. അതേപോലെ തന്നെ ഏത് പാർട്ടിലും ചെയ്തു? ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലും ചെയ്തു. 4 × x എന്നും 1ഉമായിട്ട് വൈ പ്ലസ് 1ഉം കൂടെ ചെയ്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 4ഉം കിട്ടി. ഇക്വേഷൻ നമ്പർ 3 എന്താ? 3 × x + 1 ഈസ് ഈക്വൽ ടു വൈ. ആൻഡ് ഇക്വേഷൻ നമ്പർ 4 എന്താ? 4x ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1 എന്ന് കിട്ടി. നോക്കിയേ, ഇവിടെ വൈക്ക് ഒരു കൃത്യം വാല്യൂ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 3യെ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇക്വേഷൻ നമ്പർ 4ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? 4x ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. അതിനകത്ത് വൈക്ക് പകരമായിട്ട് എന്ത് ആഡ് ചെയ്തു? 3 × x + 1 ആഡ് ചെയ്തു. 4x ഈസ് ഈക്വൽ ടു 3 × x + 1 + 1. ഇവിടെ ഒരു +1 ഉള്ളത് അതേപോലെ തന്നെ എഴുതി. ഇനി 3x + 1നെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. 3x + 1നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ 3 കൊണ്ടുപോയി ആദ്യം എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 3x വന്നു. 3 കൊണ്ടുപോയി പിന്നെ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 3 വന്നു അല്ലേ? എന്നിട്ട് പിന്നെ ഈ +1 അതേപോലെ എഴുതി. അപ്പോൾ എങ്ങനെ വരും? 4x ഈസ് ഈക്വൽ ടു 3x + 3 + 1 എന്ന് വന്നു. 4x ഈസ് ഈക്വൽ ടു 3x + 4. 3 + 1 4. ഇനി ഇവിടെ 3xും ഇവിടെ 4xും. ഇപ്പോൾ വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവരണം. അതിന് വേണ്ടി എന്ത് ചെയ്തു? 3xൽ നിന്ന് ഈ 3xനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ +3x ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പം -3x ആകും. അപ്പോൾ 4x - 3x ഈസ് ഈക്വൽ ടു 4. 4xൽ നിന്ന് 3x പോയി കഴിഞ്ഞാൽ x വരും. അപ്പോൾ x ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ആണല്ലോ. അപ്പോൾ എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ 1നകത്തോ 2നകത്തോ 3കകത്തോ 4നകത്തോ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4x ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്തേക്ക് എക്സിൻ്റെ വാല്യൂ ആയ 4 ഇട്ട് കൊടുത്തു. 4 × 4 ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. 4 4s are 16. 16 ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. വൈ ഈസ് ഈക്വൽ ടു വേരിയബിളായ വൈയെ മാത്രം അവിടെ നിർത്തിയിട്ട് 1നെ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 16 - 1 ഈസ് ഈക്വൽ ടു 15 എന്ന്
കിട്ടി. അപ്പോൾ നമ്മളുടെ വാല്യൂസായ എക്സ് ഈസ് ഈക്വൽ ടു 4 കിട്ടി, വൈ ഈസ് ഈക്വൽ ടു 15 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with an interest rate of 7% and 6%. അപ്പോൾ 2 സ്കീമുകളുടെ കാര്യം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ടോട്ടലി 2 സ്കീമുകളിലായിട്ടും ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്? 1 lakh rupees ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത പോർഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അടുത്ത പോർഷനിലെ എന്തെടുത്തു? 1 lakh മൈനസ് എക്സ് എന്നെടുത്തു. ഇതിനകത്ത് ഈ ഫസ്റ്റ് പോർഷൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈസ് ഈക്വൽ ടു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്, ആർ ഈസ് ഈക്വൽ ടു 7% ആണ്. രണ്ടാമത്തെ പോർഷൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു 6% ആണ്. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഉണ്ടാക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു പി ആർ ടി ബൈ 100. പി ആർ ടി ബൈ 100. എസ് ഈസ് ഈക്വൽ ടു പി ആർ ടി ബൈ 100. ഇതിൽ പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. ആർ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ടി എന്താണ്? ടൈം ഓഫ് ദ ഡെപ്പോസിറ്റ്. എത്ര നാൾ കൊണ്ടാണ് നമ്മൾ എത്ര നാൾക്ക് ശേഷമാണ് ആ പൈസ പിൻവലിക്കുന്നു എന്നുള്ളതാണ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ 100. നമുക്ക് ആദ്യത്തെ ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ഉണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. S1 സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 1 ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് എവിടെ എത്രയാ? എക്സ്. എക്സിനെ ഇട്ട് കൊടുത്തു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 7 ഇട്ട് കൊടുത്തു. എത്ര വർഷത്തിന് ശേഷം എടുക്കുന്നതെന്ന് പറയുന്നത്? 1 വർഷത്തിന് ശേഷം എടുത്തു. അപ്പം എക്സ് ഇൻറ്റു 7 ഇൻറ്റു 1 ബൈ 100. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിൻ്റെ ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്ക്. സെക്കൻഡ് ഇക്വേഷൻ്റെ എക്സ് എന്താണ്, അല്ലെങ്കിൽ പി പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? 1 lakh മൈനസ് എക്സ്. അത് നമ്മളുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു പിക്ക് പകരമായിട്ട്. ഇനി ആർ എന്താണ്? 6 ആണ്. എത്ര വർഷത്തിന് ശേഷം എടുത്തത്? 1 വർഷത്തിന് ശേഷം. അപ്പോൾ 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6 ഇൻറ്റു 1 ബൈ 100. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. ഇതിനെന്ത് ചെയ്യുന്നു? ഇനി സിംപ്ലിഫൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു 7x 7x ബൈ 100. അതിനെ S1 എന്ന് എഴുതി. ഇനി S2ന് എന്ത് എഴുതും? ഈ 6നെ എന്ത് ചെയ്യുന്നു? അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 ഇൻറ്റു 1 lakh 6 lakh മൈനസ് 6 ഇൻറ്റു എക്സ് 6x ബൈ 100. ഇനി ക്വസ്റ്റ്യൻ്റെ അടുത്ത ഭാഗം നോക്കി. ആഫ്റ്റർ 1 year they got 6,750 rupees as interest from both of these together. ഈ S1ൽ നിന്നും S2ൽ നിന്നുമുള്ള ഇൻട്രസ്റ്റ് പലിശ എത്ര എന്നാണ് കിട്ടിയിരിക്കുന്നത്? 6750 എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന S1ഉം ഈ തന്നിരിക്കുന്ന S2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 6750 വരണം. നമുക്കിനി ആഡ് ചെയ്ത് നോക്കാം. S1 എന്താണ്? 7x ബൈ 100. S2 എന്താണ്? 6 lakhs മൈനസ് 6x ബൈ 100 എത്ര എന്ന് വരും? ഈസ് ഈക്വൽ ടു 6750. ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം എന്താ? ഇവിടെ ബേസ് രണ്ടും 100 തന്നെയാണ്. ബേസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്യുന്ന എങ്ങനെയാ? 7x പ്ലസ് 6 lakh മൈനസ് 6x ബൈ 100. ഒരു ഡിനോമിനേറ്റർ എടുത്തു. കാരണം എന്താ? ഇവിടെയും 100 തന്നെ, ഇവിടെയും 100 തന്നെ. ഈസ് ഈക്വൽ ടു 6750. അതിന് ദാറ്റ് ഈസ് 7xനെയും 6xനെയും നമുക്ക് അടുപ്പിച്ചെഴുതാം. അപ്പോൾ 7x മൈനസ് 6x പ്ലസ് 6 lakh. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 100നെ എവിടെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു? അപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 lakhs ഈസ് ഈക്വൽ ടു 6750 ഇൻറ്റു 100. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, 7xൽ നിന്ന് 6x പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ്, പിന്നെ 6 lakh അതേപോലെ എഴുതി, പിന്നെ എന്ത് ചെയ്തു? ഈസ് ഈക്വൽ ടു 6,75,000 എന്നെഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്ലസ് 6 lakhനെ എന്ത് ചെയ്യണം? അപ്പുറം കൊണ്ടുപോയി മൈനസ് ചെയ്യണം.
മൈനസ് ചെയ്ത് നോക്കിയേ. 6,75,000 നിന്ന് 6 lakh കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 75,000. അപ്പോൾ ഫസ്റ്റ് പോർഷൻ, ഫസ്റ്റ് പാർട്ടിലോട്ട് എത്രയാ ഇൻവെസ്റ്റ് ചെയ്തത്? 75,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി അടുത്ത പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കണത്? 1 lakh മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് എക്സ് എന്നാണ് നമ്മളെ സെക്കൻഡ് ഡെപ്പോസിറ്റ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ എത്ര വരും? 1 lakh മൈനസ് 75,000 ഈസ് ഈക്വൽ ടു എത്ര എന്ന് വന്നു? 25,000 എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ എത്രയാ? 75,000ഉം സെക്കൻഡ് ഡെപ്പോസിറ്റ് എത്രയാണ്? 25,000ഉം. Next question. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at a rate of interest of a meter per second every second, the speed at a time t second is u plus at. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു. എത്ര മീറ്റർ പെർ സെക്കൻഡിൽ? യു എന്ന് പറയുന്ന മീറ്റർ പെർ സെക്കൻഡിൽ. അതൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ എന്ത് കൂടുന്നുണ്ട്? സ്പീഡ് കൂടുന്നുണ്ട്. എത്ര റേറ്റിൽ? എ മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡ് കൂടുന്നു. അങ്ങനെ ആ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി സെക്കൻഡ് എന്നും കൂടെ പറയുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ എഴുതാം? യു പ്ലസ് എ ടി, സ്പീഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഫിസിക്സിലൊക്കെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിക്കത്തില്ലേ? അത് തന്നെയാണെന്ത്? ഈ വസ്തു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എഴുതാം. അപ്പോൾ ഈ സാധനം റെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ ടൈം എന്താ? 0. യു പ്ലസ് എ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു യു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. ദ സ്പീഡ് അറ്റ് 1 second ഈസ് 5 meter per second. സ്പീഡ് അറ്റ് 1 second നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 1 second എങ്ങനെ കണ്ടുപിടിക്കാം? യു പ്ലസ് എ ഇൻറ്റു 1 എന്നെഴുതാം. അത് എത്ര വരുന്നത്? 5 meter per second. ടിക്ക് പകരം എന്തായിട്ട് കൊടുത്തു? 1 എന്ന് കൊടുത്തു. അപ്പോൾ യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 meter per second. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ പാർട്ട്. ആൻഡ് അറ്റ് 5 seconds ഇറ്റ്സ് 13 meter per second. 5 second ആയപ്പോൾ അത് എത്രയാണ്? 13 meter per second. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. അപ്പോൾ യു പ്ലസ് എ ഇൻറ്റു 5 അത് എത്ര എന്ന് വരും? 13 meter per second. ഇപ്പോൾ യു പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13 meter per second എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ചോദ്യം എന്താ? വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ്? നമ്മളുടെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം എ കണ്ടുപിടിക്കുക എന്നതാണ്. ഈ ഇക്വേഷൻ നമ്പർ 1 നോക്കിയേ. ഇനി അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ യുവിനെയോ എന്ത് ചെയ്യാം? മാറ്റി എഴുതാം അല്ലേ? ഞാനിവിടെ എന്ത് ചെയ്തു? യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 നിന്ന് യു മാത്രം എടുത്തു. യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഇക്വേഷൻ നമ്പർ 2 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ എന്ന് പറയുന്ന വസ്തു ദ യു പ്ലസ് 5a ഈസ് ഈക്വൽ ടു 13 എന്ന് പറയുന്ന ഈ ഇക്വേഷനകത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അപ്പം യു പ്ലസ് 5a ആണ്. ഈ യുക്ക് പകരം എന്ത് ചെയ്തു? 5 മൈനസ് എ ഇട്ടു. നോക്ക്, 5 മൈനസ് എ പ്ലസ് 5a ഈസ് ഈക്വൽ ടു 13. മൈനസ് എയും പ്ലസ് 5aയും കൂടെ പോയി കഴിയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5aയിൽ നിന്ന് 1a കുറയ്ക്കുമ്പോൾ 4a, എന്നിട്ട് എന്തിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം? പ്ലസ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ 5 പ്ലസ് 4a ഈസ് ഈക്വൽ ടു 13. ഇവിടെ എ ആണ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺസ്റ്റൻസിനെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം. 4a അവിടെ തന്നെ നിർത്തിയിട്ട് 5നെ എന്ത് ചെയ്യുക? അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുക. RHSലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? പ്ലസ് 5a മൈനസ് 5a ആയി മാറും. 4a ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 എന്ന് വരും. 13 മൈനസ് 5 എത്ര? 8. 4a ഈസ് ഈക്വൽ ടു 8. a ഈസ് ഈക്വൽ ടു
ഇവിടെ 4 എന്ത് ചെയ്തിരിക്കുക, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. RHS സൈഡിലോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആകും. A is equal to 8/4 is equal to 2 meter per second എന്ന് നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ സ്പീഡ് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താ, വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്. സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, യു ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു കണ്ടുപിടിക്കുക. യു കണ്ടുപിടിക്കാൻ എന്താ നോക്കിയാൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയിട്ടിരുന്നു. യു ഇസ് ഇക്വൽ ടു 5 മൈനസ് എ എന്ന്. അതിലേക്ക് എന്ത് ചെയ്യുക, എ എത്ര കിട്ടിയത്, എ നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പോൾ 5ൽ നിന്ന് 2 പോകുമ്പോൾ എത്ര വരും, 3 എന്ന് വരും. 5 മൈനസ് 2 ഇസ് ഇക്വൽ ടു 3 എന്ന് വരും. ഓക്കെ, ഈ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളിലും നിങ്ങളുടെ ഡൗട്ടുകളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.